നമ ഗണപതയേ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശനായ ഗോവിന്ദായ നമോ നമഃ. നമസ്കാരം. 2025 നവംബർ മാസം 2-ാം തീയതി വരുന്ന ദേവോത്ഥാന ഏകാദശിയെയും തുടർന്ന് ദ്വാദശിക്ക് വരുന്ന തുളസി വിവാഹത്തെയും തുളസി പൂജയെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏകാദശി എന്ന്. ചതുർമാസം എന്ന 4 മാസ കാലഘട്ടം, അതായത് ശയനി ഏകാദശി മുതൽ യോഗനിദ്രയിലായ ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്ന ദിവസമാണ് ദേവോത്ഥാന ഏകാദശിയായി ആചരിക്കുന്നത്. ഏകാദശി വ്രതം ഒരിക്കലെങ്കിലും തികഞ്ഞ ഭക്തിയോടെ നിസ്വാർത്ഥമായി നിഷ്ഠയോടെ അനുഷ്ഠിച്ചിട്ടുള്ള ഭക്തൻ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. യുധിഷ്ഠിര മഹാരാജാവ് അഭ്യർത്ഥിച്ചതനുസരിച്ച് ഭഗവാൻ ഓരോ ഏകാദശികളെക്കുറിച്ചും അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമുക്കും അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സാധിച്ചത്. കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുവാൻ പുരാണങ്ങളിൽ കഥയുടെ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പണ്ട് നടന്നിട്ടുള്ളതാണെന്നാണ് ഐതിഹ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കഥ കേൾക്കാം. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ദേവോത്ഥാന ഏകാദശി. പ്രബോധിനി ഏകാദശി, കാർത്തിക ശുക്ല ഏകാദശി എന്നെല്ലാമുള്ള പേരിൽ അറിയപ്പെടുന്നു. എല്ലാ ഏകാദശികളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങളെ നശിപ്പിച്ച് മോക്ഷത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നവയാണ്. ദേവോത്ഥാന ഏകാദശിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ഇനി പറയാൻ പോകുന്നത്. പണ്ട് വളരെ വിഷ്ണുഭക്തനായിരുന്ന ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. വളരെ നല്ല നീതിമാനായ ജനപ്രിയനായ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം എല്ലാ ഏകാദശികളും വളരെ നിഷ്ഠയോടെ അനുഷ്ഠിച്ചിരുന്നു. കൂടാതെ രാജ്യത്തെ എല്ലാവരും അതുപോലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഭക്ഷണശാലകളോ കടകളോ ഒന്നും തന്നെ തുറക്കരുതെന്ന ഒരു നിയമവും അദ്ദേഹം വെച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു മനുഷ്യൻ രാജാവിൻ്റെ അടുത്തെത്തി. താൻ വല്ലാതെ വിശന്നു തളർന്നിരിക്കുകയാണെന്നും എന്തെങ്കിലും ഭക്ഷണം തന്നു സഹായിക്കണമെന്നും കൂടാതെ പട്ടിണി കൂടാതെ ജീവിക്കാൻ എന്തെങ്കിലും ജോലിയും നൽകണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചു. രാജാവ് എല്ലാം സമ്മതിച്ചു. എന്നാൽ ഇതെല്ലാം നടക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു നിബന്ധന കർശനമായും പാലിക്കണമെന്ന് പറഞ്ഞു. വിശപ്പിൻ്റെ കാഠിന്യം മൂലം ആ മനുഷ്യൻ അതെല്ലാം സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിബന്ധന ഇതായിരുന്നു: ബാക്കി എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാം, എന്നാൽ ഏകാദശി ദിവസങ്ങളിലെല്ലാം തന്നെ വ്രതമെടുത്ത് ഭക്ഷണം ഒന്നും കഴിക്കാതെ നിഷ്ഠയോടെ പാലിക്കണമെന്നതായിരുന്നു. ആ അവസ്ഥയിൽ അതൊക്കെ ആ മനുഷ്യൻ സമ്മതിക്കുന്നു. അങ്ങനെ അയാൾ അവിടെ ജീവിതം ആരംഭിച്ചു. അവിടുന്ന് കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു ഏകാദശിയുടെ അന്ന് വന്ന് അയാൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ രാജാവിനോട് ചോദിക്കുന്നു. ഏകാദശിക്ക് വ്യാപാരശാലകളൊന്നും തുറക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഏകാദശിയുടെ അന്നും അയാൾ അങ്ങനെ ചോദിച്ചതിൽ രാജാവിന് ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിലും ദയാലുവായ രാജാവ് അയാൾക്ക് ഭക്ഷണ സാമഗ്രികൾ നൽകുന്നു. അതുപോലെ തന്നെ അടുത്ത ഏകാദശിക്കും അയാൾ മുൻപത്തേതിനേക്കാൾ കൂടുതൽ ഭക്ഷണ സാമഗ്രികൾ വന്നു ചോദിച്ചു വാങ്ങിച്ചു. അയാൾ കൊണ്ടുപോയിരുന്ന ഭക്ഷണ സാമഗ്രികൾ വളരെ അധികമായിരുന്നു. അയാളുടെ ഈ പെരുമാറ്റം രാജാവിനെ അത്ഭുതപ്പെടുത്തി. ഒരു മനുഷ്യന് എങ്ങനെ ഇത്രയധികം ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് രാജാവ് അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഇത്രയും അധികം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്? അതിനുള്ള അയാളുടെ മറുപടി രാജാവിന് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അയാൾ പറഞ്ഞത് എല്ലാ ഏകാദശി നാളിലും ഭഗവാൻ വിഷ്ണു അയാളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവാറുണ്ട് എന്നായിരുന്നു. രാജാവ് ആലോചിച്ചു, താൻ ഇത്രയധികം വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടും ഭഗവാനെ തനിക്ക് ഒന്ന് കാണുവാൻ പോലും സാധിച്ചിട്ടില്ല. ഒരു വ്രതവും അനുഷ്ഠിക്കാത്ത ഇയാൾക്കൊപ്പം ഭഗവാൻ ഭക്ഷണം കഴിക്കുകയോ എന്ന് അത്ഭുതപ്പെട്ടു. ഇത് സത്യമാണോ എന്ന് തനിക്ക് അറിയണമെന്നും അടുത്ത ഏകാദശി നാളിൽ അവിടെ വന്ന് മറഞ്ഞു നിന്ന് ഭഗവാൻ അയാളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് തനിക്ക് കാണണമെന്നും രാജാവ് പറയുന്നു. അത് സംബന്ധിച്ച് അയാൾ ഏകാദശിയുടെ അന്ന് ഭക്ഷണവും വെച്ച് ഭഗവാന്റെ വരവിനായി കാത്തിരുന്നു. പക്ഷേ ഭഗവാൻ വന്നില്ല. കുറേ നേരം കാത്തിരുന്നിട്ടും ഭഗവാൻ വരാത്തതിൽ ദുഃഖിതനായി തീർന്ന അയാൾ
നദിയിൽ ചാടി മരിക്കാനായി ഒരുങ്ങുന്നു. ഇതു കണ്ട ഭഗവാൻ അയാളുടെ മുന്നിൽ പ്രത്യക്ഷനായി അയാളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ഇത് കണ്ട രാജാവ് സ്വയം തിരിച്ചറിയുന്നു. കാരണം മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ ഒന്നുമല്ലാതെ സത്യത്തിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടുള്ള നിസ്വാർത്ഥ ഭക്തിയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെ രാജാവ് സ്വയം തിരുത്തി നിസ്വാർത്ഥ ഭക്തിയോടെ വ്രതമാചരിച്ച് ഭഗവാന്റെ കടാക്ഷം നേടി മുക്തി നേടി. ദേവുത്ഥാന ഏകാദശിക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ദേവുത്ഥാന ഏകാദശി തുളസി കല്യാണമായി ആഘോഷിക്കുന്നു. പണ്ടത്തെ അസുര രാജാവായ കാലനേമിയുടെ പുത്രിയാണ് ബൃന്ദ. ഒരു തികഞ്ഞ വിഷ്ണു ഭക്തയായിരുന്നു ബൃന്ദ. ബൃന്ദ ഒരു യുവതിയായപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളുടെ വിവാഹം നടത്തി. ശിവന്റെ കോപാഗ്നിയിൽ നിന്നും ജനിച്ച ജലന്ധരനാണ് അവൾക്ക് ഭർത്താവായത്. വലിയ പതിഭക്തിയായിരുന്നു ബൃന്ദ. തൻ്റെ ഭർത്താവ് യുദ്ധത്തിനു പോകുമ്പോൾ ബൃന്ദ തൻ്റെ ഭർത്താവ് വിജയിച്ച് തിരിച്ചെത്തുന്നത് വരെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജലന്ധരൻ തിരിച്ചെത്തിയാൽ മാത്രമേ അവൾ പൂജ അവസാനിപ്പിച്ച് എഴുന്നേൽക്കുമായിരുന്നുള്ളൂ. ബൃന്ദയുടെ പൂജയുടെ ശക്തി കൊണ്ട് തന്നെ ജലന്ധരൻ എല്ലായിടത്തും അജയ്യനായി നിന്നു. അങ്ങനെ അവൻ ത്രിലോകങ്ങളും കീഴടക്കി. ദേവന്മാർക്ക് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ വിഷമിച്ച ദേവകൾ വിഷ്ണു ഭഗവാന്റെ സഹായം തേടി. ബൃന്ദ തൻ്റെ തീവ്രഭക്തിയായതിനാൽ വിഷ്ണു ഭഗവാന് അവരെ സഹായിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അഹംഭാവിയായ ജലന്ധരൻ്റെ അക്രമം തടയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് വിഷ്ണു ഭഗവാൻ ജലന്ധരൻ്റെ രൂപം സ്വീകരിച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്ന ബൃന്ദയുടെ അടുത്ത് എത്തുന്നു. തൻ്റെ ഭർത്താവ് യുദ്ധത്തിൽ ജയിച്ചു വന്നുവെന്ന് തെറ്റിദ്ധരിച്ച ബൃന്ദ പൂജ നിർത്തി ഭർത്താവിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. പൂജ നിർത്തുകയും അന്യപുരുഷൻ്റെ കാൽപാദം സ്പർശിക്കുകയും ചെയ്തതിനാൽ ജലന്ധരൻ്റെ ശക്തി ക്ഷയിച്ച് ജലന്ധരൻ യുദ്ധത്തിൽ തോറ്റു മരണമടയുന്നു. അത് മനസ്സിലാക്കിയ ബൃന്ദ തൻ്റെ മുന്നിൽ രൂപം മാറി വന്നത് വിഷ്ണു ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നു. അതിൽ വിഷമവും കോപവും തോന്നിയ ബൃന്ദ വിഷ്ണു ഭഗവാനെ കല്ലായി തീരട്ടെ എന്ന് ശപിക്കുന്നു. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നതിൽ കുറ്റബോധം തോന്നിയ വിഷ്ണു ഭഗവാൻ ആ ശാപം ഏറ്റുവാങ്ങുന്നു. അങ്ങനെ സാളഗ്രാമം എന്ന കല്ലായി തീരുന്നു. ഇത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഗുരുതരാവസ്ഥയിലാക്കി. അങ്ങനെ ലക്ഷ്മി ദേവിയും മറ്റു ദേവകളും ബൃന്ദയെ കണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ച് ശാപം പിൻവലിക്കണമെന്നും പ്രപഞ്ചത്തെ രക്ഷിക്കണമെന്നും അപേക്ഷിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ബൃന്ദ ആ ശാപം പിൻവലിക്കുന്നു. ഒടുവിൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു. തികഞ്ഞ വിഷ്ണുഭക്തിയും പതിവ്രതയുമായിരുന്ന ബൃന്ദ ഒരു ദിവ്യത്വമാർന്ന ചെടിയായി പുനർജനിക്കുന്നു. വിഷ്ണു ഭഗവാൻ ആ ചെടിക്ക് തുളസി എന്നു പേരിട്ട് ആ ദിവ്യ തുളസിയെ എപ്പോഴും ആരാധിക്കണമെന്നും വിഷ്ണു ഭഗവാനുള്ള ഏതു പൂജയും വഴിപാടും ചെയ്യുന്നതിന് മുൻപ് തുളസീദേവിയെ പൂജിക്കണം എന്നും അരുളി ചെയ്യുന്നു. അന്നു മുതൽ തുളസിയെ വളരെ പ്രാധാന്യത്തോടെ പൂജിക്കുകയും കാർത്തിക മാസത്തിലെ ദേവുത്ഥാന ഏകാദശി കഴിഞ്ഞുള്ള ദ്വാദശി തുളസി വിവാഹമായി ആഘോഷിക്കുകയും ചെയ്തു വരുന്നു. സാളഗ്രാമം എന്ന കല്ല് തൻ്റെ മറ്റൊരു രൂപമായി ആരാധിക്കപ്പെടുമെന്നും വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും നെടുമംഗല്യത്തിനും മക്കളുടെ അഭിവൃദ്ധിക്കും ഏകാദശി വ്രതം നോറ്റ് തുളസി വിവാഹം ആഘോഷിക്കുന്നത് ഏറ്റവും പുണ്യമാണ്. എല്ലാ ഏകാദശി വ്രതങ്ങളും പോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റു കുളിച്ച് തുളസി പൂജ ചെയ്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനം ശുദ്ധമായ മനസ്സോടെ നിസ്വാർത്ഥമായി ഭഗവാനെ പൂജിക്കുകയും ഭജിക്കുകയും ചെയ്യുക എന്നതാണ്. ദശമിയുടെ അന്നു മുതൽ ഒരിക്കലൂണായി വ്രതമെടുത്ത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി തിഥി നവംബർ 1 രാവിലെ 9:12 ആരംഭിച്ച് നവംബർ 2 രാവിലെ 7:32 അവസാനിക്കുന്നു. ഉദയാൽപരം ഏകാദശി നവംബർ 2 ഉള്ളതുകൊണ്ട് ഏകാദശി ആചരിക്കുന്നത് നവംബർ 2 പാരണ വീടേണ്ടത് നവംബർ 2 ഉച്ചയ്ക്ക് 1:11 മുതൽ 3:23 വരെയുള്ള സമയത്താണ്. ഹരിവാസരം വരുന്നത് നവംബർ 1 അർദ്ധരാത്രി കഴിഞ്ഞ് നവംബർ 2 അതിപുലർച്ചെ 1:56 മുതൽ പകൽ 12:56 വരെയാണ്. നവംബർ 2 ദേവുത്ഥാന ഏകാദശിക്ക് ശേഷം വരുന്ന ദ്വാദശിക്കാണ് തുളസി വിവാഹമായി ആഘോഷിക്കുന്നത്. നവംബർ 2 രാവിലെ 7:32 ഏകാദശി തിഥി അവസാനിക്കുന്നതുകൊണ്ട് നവംബർ 2 തന്നെയാണ് തുളസി വിവാഹമായി വരുന്നത്. തുളസി വിവാഹ മുഹൂർത്തം നവംബർ 2 രാവിലെ 7:31 ആരംഭിച്ച് നവംബർ 3 രാവിലെ 5:07 അവസാനിക്കുന്നു. നെല്ലിമരം വിഷ്ണു ഭഗവാനാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്.
അതുകൊണ്ട് നെല്ലിച്ചെടിയുള്ളവർ അതിനടുത്ത് തുളസി വെച്ച് പൂജിക്കുകയോ അല്ലാത്തവർ നെല്ലിയുടെ ഇലകളോടുകൂടിയ ഒരു തണ്ട് തുളസിയുടെ അടുത്ത് വെച്ച് തുളസി പൂജ ചെയ്യാവുന്നതാണ്. വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയുമായി സങ്കല്പിച്ച് മാല ചാർത്തി മഞ്ഞളും കുങ്കുമവും തൊടുവിച്ച് ധൂപദീപ ആരതി ചെയ്യുക. എല്ലാവിധ അഷ്ടൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് തുളസി പൂജ. എല്ലാ പാപങ്ങളും ഇല്ലാതായി സമ്പദ് സമൃദ്ധിയും സന്തോഷവും ലോക ഐക്യത്തിനും തന്നെ കാരണമാകുന്നു തുളസി വിവാഹ പൂജ. തൻ്റെ യോഗനിദ്രയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്ന സമയമായതുകൊണ്ട് ദേവുത്ഥാന ഏകാദശി എന്ന പേര് വന്നു. നെല്ലിമരം വിഷ്ണു ഭഗവാനാണെന്നതുകൊണ്ട് ആ മരത്തിലുണ്ടാവുന്ന നെല്ലിക്കയും വളരെ പ്രാധാന്യമുള്ളതാണ്. ലക്ഷ്മി ദേവി തന്നെയാണ് തുളസി ദേവിയും. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നെല്ലിക്ക ദീപം. അന്നേ ദിവസം തുളസി കല്യാണത്തിന് നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിയിച്ച് ധൂപദീപ ആരതി എടുക്കുന്നതോടൊപ്പം നെല്ലിക്ക ദീപം തെളിയിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും. കൂടാതെ നെല്ലിക്ക ദീപം കൊണ്ട് തുളസി ദേവിക്കും വിഷ്ണു ഭഗവാനും ആരതി എടുക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. നെല്ലിക്ക ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് പങ്കുവച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും തുളസി ദേവിയുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.